എല്ലാവർക്കും സസ്നേഹമായ നമസ്കാരം. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. വേദത്തിന് അനേകം വിശേഷതകളുണ്ട്, സവിശേഷതകളുണ്ട്. വേദം അപാരമാണ്, അഗാധമാണ്, അത്ഭുതകരമാണ്. വേദത്തിന്റെ പാരം കാണാൻ സാധ്യമല്ല, അതുകൊണ്ട് അപാരമാണ്. വേദത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് അഗാധമാണ്. ഇതുപോലെ മറ്റൊന്ന് ഇനി ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് അത്ഭുതകരവുമാണ്. അങ്ങനെയുള്ള വേദം സർവ്വസാധാരണക്കാരന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണമല്ലാത്തതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ വേദത്തിൽ നിന്ന് ഒരകലം പാലിച്ചു നിന്നു. ഇത് കണ്ട ഭാരത ഋഷിയുടെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമം വന്നു. എങ്ങനെയാണ് വേദതത്വങ്ങളെ സാധാരണക്കാരനെ പഠിപ്പിക്കുക? അതിനായി ഭാരത ഋഷിമാർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ജീവിച്ചിരുന്ന മഹത്തുക്കളായ വ്യക്തികളുടെ ജീവചരിത്രത്തിലൂടെ വേദങ്ങളിലെ പരമമായ തത്വങ്ങളെ പഠിപ്പിക്കുക. അതിനായി ഭാരത ഋഷിമാർ നമുക്ക് സമ്മാനിച്ച ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായത്. ഒരു ഗ്രന്ഥം ഇതിഹാസമാകണമെങ്കിൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണവും ഭാരതീയ ഋഷി പറഞ്ഞു. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളും പൂർവവൃത്ത കഥനങ്ങളോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഗ്രന്ഥമേതോ അതിനെ ഇതിഹാസം എന്ന് വിളിക്കുന്നു. അത്തരത്തിൽ ഇതിഹാസങ്ങൾ നമുക്ക് 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ആദികാവ്യമായ വാൽമീകി രാമായണവും 2 വ്യാസഭഗവാൻ നമുക്ക് സമ്മാനിച്ച മഹാഭാരതവും. ഇതിൽ ആദികാവ്യമായ വാൽമീകി രാമായണത്തെ നാം പരിചയപ്പെടുവാൻ പോവുകയാണ്. ആദികാവ്യമായ വാൽമീകി രാമായണം ഒന്ന് പരിചയപ്പെടുക എന്നതാണ് നാം ഇനിയുള്ള പ്രഭാഷണങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ആദികാവ്യമായ വാൽമീകി രാമായണത്തെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പര ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാവരും കേൾക്കുക. കൂടുതൽ കൂടുതൽ അന്വേഷിക്കാൻ ഒരു പ്രേരണയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.